നമസ്കാരം, മീഡിയ മൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. ശിവസേനയിൽ വൻ പൊട്ടിത്തെറി, കൂട്ടരാജി. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന കൊച്ചിയിൽ ചേർന്ന നേതൃസംഗമ യോഗത്തിലാണ് സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം രാജി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിടാൻ കാരണം ഈ ഉദ്ധവ് താക്കറെയുടെ സമീപനം അല്ലെങ്കിൽ നയ രൂപീകരണത്തിൽ അല്ലെങ്കിൽ പാർട്ടി നയത്തിനുള്ള ഒരു അപാകത അല്ലെങ്കിൽ വൈകല്യമാണ് ഇന്നത്തെ കാരണം. ഞാൻ 90 അല്ലെങ്കിൽ 87 ഇത് ഉദ്ധവ് താക്കറെ കാണും. അന്ന് അദ്ദേഹം ശിവസേനയിൽ വന്നിട്ടില്ല. അന്ന് ശിവസേനയിലുള്ളത് രാജ് താക്കറെയാണ്. ഇദ്ദേഹം ഫോട്ടോഗ്രാഫറായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയോട് താല്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ശിവസേന ഇത്രമാത്രം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ എല്ലായിടത്തും തകർച്ചയായി. ഇദ്ദേഹം വന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നാരായണനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള കുറെ MLAയും പാർട്ടി വിട്ടുപോയി. ഇദ്ദേഹത്തിന്റെ സമീപനം പോലെ, കാരണം പാർട്ടി കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം ഫോണെടുക്കില്ല അല്ലെങ്കിൽ സംസാരിക്കില്ല. അത് കഴിഞ്ഞ് രാജ് താക്കറെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഇന്ത്യ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 47 MLAയും 10 MPമാരും പാർട്ടി വിട്ടുപോകുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നു. അവിടെ പ്രധാന വകുപ്പുകളെല്ലാം, ആഭ്യന്തരം, ഇന്റലിജൻസ് എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലിരിക്കുന്നു. ഈ 47 MLAയും 10 MPയും അങ്ങനെ ആസാമിൽ പോയി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ആസാമിൽ കാമാഖി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം അറിയുന്ന 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ വരുമ്പോഴാണ് എന്റെ കൂടെയുള്ള 47 MPമാർ പാർട്ടി വിട്ട് പോയിരിക്കുന്നു. അപ്പൊ അത്ര കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വത്തിനോട് അന്ന് തന്നെ ആ പാർട്ടി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പാർട്ടി വിടാൻ സാഹചര്യം അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ അദ്ദേഹം താക്കറെ അല്ലെങ്കിൽ ബാലസാഹിബിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കണമെന്ന് വാശി പിടിച്ചു. വാസ്തവത്തിൽ എനിക്കറിയാം, നാരായണനാണ് പാർട്ടി വിട്ടപ്പോൾ നാരായണനാണ് വാസ്തവത്തിൽ താക്കറെ ജോലിക്കൊപ്പം പാർട്ടി വളർത്തിയാണ് നാരായണനാണ് ശക്തനായ നേതാവാണ്. അങ്ങനെ നിരവധി ആൾക്കാർ വർഷങ്ങളായി പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാനും MLAമാരുണ്ട്. ഇനി 4-5 വർഷം കൊണ്ട് ഇത് ഞാൻ പാർട്ടിയിലേക്ക് പ്രവേശിക്കാൻ അത് മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ ഒരു MLA ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് 5 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുക്കുമ്പോൾ ഇത് ഒരു MLA ആയി ഈ പാർട്ടി അപ്രത്യക്ഷമായി അവസാനിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സമീപനങ്ങളാണ്. ബാൽ താക്കറെ വിഭാവനം ചെയ്ത ശിവസേനയുടെ മൂല്യങ്ങളെ ഉദ്ധവ് താക്കറെ കുഴിച്ചുമൂടിയെന്ന് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TR ദേവൻ പറഞ്ഞു. അണികളെ ഞങ്ങൾ കൊണ്ടുവരും. എറണാകുളത്തിന്റെ പെരുമാറിൽ അറബിക്കടലിന്റെ റാണിയുടെ തിരുമുറ്റത്ത് മറൈൻ ഡ്രൈവിൽ 10,000 സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി അണികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശിവസേനയുടെ ശക്തി പിടിച്ചു വരുന്ന സമ്മേളനം 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടപ്പിലാക്കി കാണിക്കും. അന്ന് നിങ്ങൾക്ക് അണികളെ കാണാം. MS പൂവനേന്ദ്രന്റെ ശക്തി അന്ന് നിങ്ങൾക്ക് കാണാം. എന്താണെന്ന് അന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുള്ള, ആർജവമുള്ള, ചുറുചുറുക്കുള്ള ചുണക്കുട്ടന്മാരാണ് ഇരിക്കുന്നത്. ഇതേപോലെ അഴകും വൃത്തിയും അന്തസ്സും യുവത്വമുള്ള നേതാക്കളെ ഈ കേരളത്തിലെ ഏതൊരു പാർട്ടി കഴിഞ്ഞിരുത്താൻ സാധിക്കും. CPM കോൺഗ്രസിലോ കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പോലും ഇതേപോലെയുള്ള നേതൃത്വരെ ഇന്ന് ഇതുവരെ യോഗത്തിൽ വിളിച്ചിരുത്താൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ജയിലിൽ കിടന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. പട്ടിണി കിടന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറത്ത് പച്ചരിയിട്ട് കഞ്ഞിവെച്ച് കുത്തരി വാങ്ങിയ കാശില്ല മക്കളെ, പച്ചരിയിട്ട് കഞ്ഞിവെച്ച് ചമ്മന്തി ഉടച്ച് ചമ്മന്തി ചേർക്കാൻ ഉപ്പില്ല മക്കളെ, ഉപ്പില്ലാത്ത മുളക് ചമ്മന്തി കുഴിച്ച് കഴിച്ചുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്ത മനുഷ്യനാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ മരം കൊണ്ടാൽ ആ ശാപം 10,000 ജന്മം ജനിച്ചാലും നിനക്കൊന്നും അവസാനിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.